ജർമ്മനിയിൽ ഒരു ജോലി അതാണോ നിങ്ങളുടെ ആഗ്രഹം? എങ്കിൽ ഇതാ ജർമ്മനിയിലേക്ക് ഒരു ജോലി അന്വേഷിക്കാനായി വരാം ജർമ്മനിയുടെ ഓപ്പർച്യൂണിറ്റി കാർഡിലൂടെ. എന്താണ് ഈ ഓപ്പർച്യൂണിറ്റി കാർഡ്? എങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം? അതുപോലെ എന്തൊക്കെ റിക്വയർമെന്റ്സ് വേണം ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് നേടാനായി? ഈ ഓപ്പർച്യൂണിറ്റി കാർഡിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ദോഷങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെയല്ലേ അറിയാൻ ആഗ്രഹം? എങ്കിൽ ഇതാ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇതിനെക്കുറിച്ച് തന്നെയാണ്. വീഡിയോ തുടർന്ന് കാണുക. അപ്പോൾ എല്ലാവർക്കും യൂറോപ്യൻ സഞ്ചാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് ഈ ഓപ്പർച്യൂണിറ്റി കാർഡ്? ഒരു വാലിഡ് ജോബ് കോൺട്രാക്ട് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ജർമ്മനിയിൽ വന്ന് ഇവിടെ ഒരു റെസിഡൻസ് പെർമിറ്റോട് കൂടി നിന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ ജോലി നിങ്ങൾക്ക് സ്വന്തമായി തന്നെ കണ്ടുപിടിക്കാം. അമേരിക്കയുടെ ഗ്രീൻ കാർഡ് പോലെ അല്ലെങ്കിൽ കാനഡയുടെ പോയിന്റ് ബേസ്ഡ് സിസ്റ്റം പോലെ ജർമ്മനിയുടെ ഒരു പോയിന്റ് ബേസ്ഡ് ഇമിഗ്രേഷൻ സിസ്റ്റമാണ് ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് അഥവാ ഷാൻസൺ കാർഡ്. ഇതിന്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ജോലി ഇല്ലാതെ തന്നെ ജർമ്മനിയിൽ വന്ന് നിന്ന് നിങ്ങൾക്ക് ഒരു ജോലി കണ്ടുപിടിക്കാം. അത് മാത്രമല്ല, നിങ്ങൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് 2 ആഴ്ച വരെ ട്രയൽ ജോലികൾ ചെയ്യാം. അതായത് എനിക്ക് ഈ ജോലി അനുയോജ്യമാണോ, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കുമോ എന്ന് നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്താനായിട്ടാണ് ഈ ട്രയൽ ജോലികൾ ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഒരാഴ്ച 20 മണിക്കൂർ വരെ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോലികളും ചെയ്യാം. ഇനി എങ്ങനെ നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് നേടാം? ഇതിന് റിക്വയർമെന്റ്സ് ഉണ്ട്, ബേസിക് റിക്വയർമെന്റ്സും ഉണ്ട്. അതുകൂടാതെ ഇതൊരു പോയിന്റ് ബേസ്ഡ് ഇമിഗ്രേഷൻ സിസ്റ്റം ആണ്, ഞാൻ നേരത്തെ പറഞ്ഞു. നമുക്ക് ആദ്യമേ ബേസിക് റിക്വയർമെന്റ്സ് നോക്കാം. ബേസിക് റിക്വയർമെന്റ്സിനകത്ത് വരുന്നത് നിങ്ങൾക്ക് 2 വർഷത്തെ വൊക്കേഷണൽ ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഡിഗ്രിയോ ഉള്ള ഒരാളായിരിക്കണം. അതുപോലെ A1 ലെവൽ ജർമ്മൻ ലാംഗ്വേജ് പ്രൊഫഷ്യൻസിയോ അല്ലെങ്കിൽ B2 ലെവൽ ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസിയോ ഉള്ള ഒരാളായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ജർമ്മനിയിൽ വന്ന് നിൽക്കുമ്പോൾ നിങ്ങളെ ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഫൈനാൻഷ്യൽ മീൻസും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇതാണ് ബേസിക് റിക്വയർമെന്റ്സ്. പക്ഷേ ഇത് മാത്രം പോരാ, ഇതൊരു പോയിന്റ് ബേസ്ഡ് ഇമിഗ്രേഷൻ സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ ഈ ബേസിക് റിക്വയർമെന്റ്സ് കൂടാതെ മിനിമം 6 പോയിന്റ്സ് എങ്കിലും നേടിയാൽ മാത്രമേ നിങ്ങൾക്ക് ജർമ്മനിയുടെ ഓപ്പർച്യൂണിറ്റി കാർഡ് നേടാൻ സാധിക്കത്തുള്ളൂ. ഈ പോയിന്റ്സ് നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നത് പല ക്രൈറ്റീരിയാസ് അനുസരിച്ചാണ്. ഏതൊക്കെ ക്രൈറ്റീരിയാസിൽ എത്ര പോയിന്റ്സ് ആണ് നേടാൻ സാധിക്കുക എന്ന് നമുക്കിനി നോക്കാം. 4, 3, 2, 1 എന്നിങ്ങനെയാണ് പോയിന്റ്സ് വരുന്നത്. ആദ്യം വരുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ്. നിങ്ങളുടെ ഫോറിൻ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ജർമ്മനിയിൽ നിങ്ങൾ റെക്കഗ്നീഷൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടോ എങ്കിൽ ആ റെക്കഗ്നീഷന്റെ സ്റ്റാറ്റസ് എന്താണ്? ഫുൾ റെക്കഗ്നീഷൻ ആണോ അതോ പാർഷ്യൽ റെക്കഗ്നീഷൻ ആണോ നിങ്ങൾക്ക് ലഭിച്ചത്? എന്നാൽ നിങ്ങൾക്ക് കിട്ടുക 4 പോയിന്റ്സ് ആണ്. ഒരു റെഗുലേറ്റഡ് പ്രൊഫഷനിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത്. അതേ പ്രൊഫഷൻ നിങ്ങൾക്ക് ജർമ്മനിയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള അനുമതി ലഭിച്ചു എങ്കിൽ നിങ്ങൾക്ക് കിട്ടുക 4 പോയിന്റ്സ് ആണ്. ഇനി നിങ്ങൾ പഠിച്ച മേഖലയിൽ തന്നെ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ മിനിമം 2 വർഷത്തെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് നേടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് 2 പോയിന്റ്സ് ലഭിക്കും. ഇനി കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് മിനിമം 3 വർഷത്തെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് 3 പോയിന്റ്സ് ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ജോലി ചെയ്യുന്ന ആ ഒരു പ്രൊഫഷൻ ജർമ്മനിയിലെ ഷോർട്ടേജ് സ്കിൽഡ് സെക്ടറിൽ പെടുന്ന ഒരു പ്രൊഫഷൻ ആണ് എങ്കിൽ നിങ്ങൾക്ക് 1 പോയിന്റ് ലഭിക്കും. ഇനി അടുത്ത ക്രൈറ്റീരിയ നിങ്ങളുടെ ലാംഗ്വേജ് പ്രൊഫഷ്യൻസിയാണ്. ഈ ലാംഗ്വേജ് സ്കിൽസിനും പോയിന്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് A2 ലെവൽ ജർമ്മൻ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ആണ് ഉള്ളത് എങ്കിൽ 1 പോയിന്റ് ലഭിക്കും. ഇനി B1 ലെവൽ ജർമ്മൻ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ആണെങ്കിൽ 2 പോയിന്റ് ലഭിക്കും. B2 അതിൽ മേലെയാണ് നിങ്ങളുടെ പ്രൊഫഷ്യൻസി, അതായത് B2 C1 C2 ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 3 പോയിന്റ്സും ലഭിക്കും. ഇത് കൂടാതെ നിങ്ങൾക്ക് C1 ലെവൽ ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസിയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ അഡീഷണൽ 1 പോയിന്റ് നേടാം. ഇനി അടുത്ത ക്രൈറ്റീരിയ നിങ്ങളുടെ വയസ്സാണ്. 35 വയസ്സിന് താഴെയുള്ള ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് 2 പോയിന്റ് ലഭിക്കും. 35നും 40 വയസ്സിനും ഇടയിലുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് 1 പോയിന്റും ലഭിക്കും. ഇനി അടുത്തതാണ് നിങ്ങളുടെ ജർമ്മനിയിലെ പ്രീവിയസ് സ്റ്റേ, അതായത് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ നിങ്ങൾ ജർമ്മനിയിൽ വന്നിട്ടുണ്ട്, ഇവിടെ അറ്റ്ലീസ്റ്റ് 6 മാസം വരെ താമസിച്ചിരിക്കുന്ന ഒരു ടൂറിസ്റ്റ് ആയിട്ട് അല്ല എങ്കിൽ, ഇപ്പം ജോലിക്കോ അല്ലെങ്കിൽ പഠനത്തിനായിട്ടാണ് നിങ്ങൾ ഇവിടെ താമസിച്ചിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് 1 പോയിന്റ് ലഭിക്കും. ഇനി അടുത്ത ക്രൈറ്റീരിയ ആണ് നിങ്ങൾ ജർമ്മനിയിലേക്ക് ഓപ്പർച്യൂണിറ്റി കാർഡിനായി അപേക്ഷിക്കുന്നത് നിങ്ങളുടെ സ്പൗസിനോടൊപ്പം ആണോ? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരേ ജർമ്മൻ മിഷൻ, അതായത് ഇപ്പോൾ ഒരേ ജർമ്മൻ കൗൺസിലേറ്റിൽ അല്ലെങ്കിൽ ഒരേ ജർമ്മൻ എംബസിയിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഒരു അഡീഷണൽ പോയിന്റ് കൂടി ലഭിക്കും. പിന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്പൗസിന് ഓപ്പർച്യൂണിറ്റി കാർഡ് ലഭിക്കുക അവരുടെ പ്രൊഫഷണൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അനുസരിച്ചും ഞാൻ നേരത്തെ പറഞ്ഞ മറ്റ് റിക്വയർമെന്റ്സും ക്രൈറ്റീരിയാസും ഒക്കെ അനുസരിച്ചായിരിക്കും. ഇത്രയൊക്കെയാണ് ക്രൈറ്റീരിയാസിലും അതിൽ വരുന്ന പോയിന്റ്സും.
ഈ പറഞ്ഞ ക്രൈറ്റീരിയാസ് എല്ലാം നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളോ അല്ലെങ്കിൽ എവിഡൻസുകളോ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ബേസിക് റിക്വയർമെന്റ്സിനകത്ത് പെടുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ജർമ്മനിയിൽ ഓപ്പർച്യൂണിറ്റി കാർഡിലൂടെ വന്ന് ഇവിടെ നിന്ന് ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാനുള്ള ഫൈനാൻഷ്യൽ മീൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണമെന്നുള്ളത്. അത് നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റി കാർഡിനായി അപേക്ഷിക്കുന്ന സമയത്ത് തന്നെ കാണിച്ചിട്ടുണ്ടായിരിക്കണം. ഒന്നെങ്കിൽ 20 മണിക്കൂർ വരെ നിങ്ങൾക്ക് പാർട്ട് ടൈമായി ജർമ്മനിയിൽ ജോലി ചെയ്യാനായിട്ടുള്ള ഒരു ജോബ് കോൺട്രാക്ട് നേരത്തെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വെക്കാം. അല്ല എങ്കിൽ നിങ്ങളൊരു ബ്ലോക്ക്ഡ് അക്കൗണ്ട് കാണിക്കണം. ആ ബ്ലോക്ക്ഡ് അക്കൗണ്ടിനകത്ത് നിങ്ങൾക്ക് ഒരു മാസം 1027 യൂറോ പിൻവലിക്കാവുന്ന പോലെ അത്രയും സംഖ്യ നിങ്ങൾ ജർമ്മനിയിൽ എത്ര നാൾ താമസിക്കുന്നു, അതായത് ഓപ്പർച്യൂണിറ്റി കാർഡിലൂടെ 1 വർഷം വരെയാണ് താമസിക്കാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾ ജർമ്മനിയിൽ എത്ര നാൾ താമസിക്കുന്നോ അത്രയും ഒരു എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ ഈ ബ്ലോക്ക്ഡ് അക്കൗണ്ടിനകത്ത് ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു പ്രൂഫ് കൂടി നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അതിൽ നിങ്ങൾക്ക് ഒരു മാസം വിഡ്രോ ചെയ്യാൻ സാധിക്കുക 1027 യൂറോയാണ്. ഇനി ബ്ലോക്ക്ഡ് അക്കൗണ്ട് കൂടാതെ നിങ്ങൾക്ക് ഫൈനാൻഷ്യലി നിങ്ങൾ സ്റ്റേബിൾ ആണെന്ന് കാണിക്കാനായിട്ട് നിങ്ങളുടെ ആരെങ്കിലും ജർമ്മനിയിൽ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ സ്പോൺസർ ചെയ്യാം. അതിനായിട്ടൊരു ഫോർമൽ ഒബ്ലിഗേഷൻ ലെറ്റർ നിങ്ങൾ ജർമ്മനിയിൽ സ്പോൺസർ ചെയ്യുന്ന ആൾ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടായിരിക്കണം. അതിന് ജർമ്മനിയിൽ പറയുന്നത് ഫെർഫ്ലിഷ്റ്റും സെക്ലിയറും എന്ന ഡോക്യുമെന്റ് ആണ്. ഇനി അടുത്ത ചോദ്യം, എവിടെയാണ് ഈ ഓപ്പർച്യൂണിറ്റി കാർഡിനായി അപേക്ഷിക്കേണ്ടത് എന്നല്ലേ. ഒന്നെങ്കിൽ നിങ്ങളുടെ രാജ്യത്തുള്ള ജർമ്മൻ എംബസിയിലോ ജർമ്മൻ കൗൺസിലേറ്റിലോ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ ബാംഗ്ലൂർ ജർമ്മൻ കൗൺസിലേറ്റിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. പിന്നെ നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റി കാർഡിനായി അപേക്ഷിക്കാൻ പോകുന്നതിന് മുന്നേ ഒരു സെൽഫ് ചെക്ക് നടത്തുന്നത് നല്ലതായിരിക്കും. അതായത് നിങ്ങൾക്ക് അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് എത്ര പോയിന്റ്സ് നേടാൻ സാധിക്കും എന്ന ഒരു സെൽഫ് ചെക്ക് നിങ്ങൾക്ക് നടത്താൻ സാധിക്കും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി നിങ്ങളുടെ സാഹചര്യങ്ങളെല്ലാം കൊടുത്ത് നിങ്ങളുടെ ക്വാളിഫിക്കേഷനും റിക്വയർമെന്റ്സും ഒക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും മിനിമം നിങ്ങൾക്ക് എത്ര പോയിന്റ്സ് ലഭിച്ചു എന്നുള്ളത്. ഇനിയും എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ ഓപ്പർച്യൂണിറ്റി കാർഡിനായി അപേക്ഷിക്കുമ്പോൾ ജർമ്മൻ കൗൺസിലേറ്റിൽ അല്ലെങ്കിൽ എംബസിയിൽ നിങ്ങൾ കൊടുക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങളുടെ വാലിഡ് പാസ്പോർട്ട്, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോമും ഡിക്ലറേഷൻ ഫോമും. ഇത് നിങ്ങൾക്ക് നമ്മുടെ ജർമ്മൻ കൗൺസിലേറ്റിന്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ചെക്ക് ലിസ്റ്റിനകത്ത് കാണാൻ സാധിക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോമും ഡിക്ലറേഷൻ ഫോമും ഡൗൺലോഡ് ചെയ്ത് അത് ഫില്ല് ചെയ്ത് അത് സബ്മിറ്റ് ചെയ്യണം. 6 മാസത്തിൽ കൂടുതൽ പഴക്കമില്ലാത്ത 2 ബയോമെട്രിക് ഫോട്ടോ വേണം. അതുപോലെ പാസ്പോർട്ടിന്റെ ഡേറ്റ പേജിന്റെ 2 കോപ്പിയും വേണം. അടുത്ത ഡോക്യുമെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫൈനാൻഷ്യലി നിങ്ങൾ സൗണ്ട് ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഫൈനാൻഷ്യൽ മീൻസ് ഉണ്ടെന്ന് കാണിക്കുന്ന ഡോക്യുമെന്റ് ആണ് വേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ ബ്ലോക്ക്ഡ് അക്കൗണ്ട് കൺഫർമേഷൻ വെക്കാം, അതിനകത്ത് സഫിഷ്യൻറ്റ് ഫണ്ട് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് തിരിച്ച് നാട്ടിലേക്ക് റിട്ടേൺ ഫ്ലൈറ്റിനുള്ള സഫിഷ്യൻറ്റ് എമൗണ്ടും നിങ്ങളുടെ അക്കൗണ്ടിലുണ്ട് എന്ന് കാണിക്കുന്ന ഒരു ഡോക്യുമെന്റ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. അല്ല നിങ്ങളിപ്പോൾ ഇവിടെയുള്ള ആരെങ്കിലും സ്പോൺസർ ചെയ്യുവാണെങ്കിൽ ആ ഫെർഫ്ലിഷ്റ്റും സെക്ലിയറും എന്ന ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാം. അതുമല്ല എങ്കിൽ നിങ്ങളുടെ കറണ്ട് ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. ഇനി ജർമ്മനിയിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് ആ അക്കോമഡേഷൻ പ്രൂഫ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അതിപ്പോൾ നിങ്ങളിപ്പോൾ ഹോട്ടലിലാണെങ്കിൽ ആ ഹോട്ടൽ ബുക്കിംഗ് കാണിക്കണം. അല്ല നിങ്ങൾ ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് താമസിക്കുന്നത് എങ്കിൽ അവരുടെ ആ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ നിങ്ങൾ കാണിക്കണം. അതിനകത്ത് ആ സ്ട്രീറ്റിൻ്റെ പേര്, അഡ്രസ്സ് എല്ലാം കൊടുത്തിട്ടുണ്ടായിരിക്കണം. അടുത്തത് വേണ്ട നിങ്ങളുടെ വൊക്കേഷണൽ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ്റെ പ്രൂഫാണ്. അതിപ്പോൾ നിങ്ങളുടെ മാസ്റ്റേഴ്സ് ഡിഗ്രിയോ ബാച്ചിലേഴ്സ് ഡിഗ്രിയോ അല്ലെങ്കിൽ ഡിപ്ലോമ കിട്ടിയതിൻ്റെ സർട്ടിഫിക്കറ്റ് വെക്കാം. അതുപോലെ നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾ എവിടെയെങ്കിലും ജോലി ചെയ്ത് അതിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് കൂടി സബ്മിറ്റ് ചെയ്യണം. ഇനി അടുത്ത ഡോക്യുമെന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാണിച്ചുകൊണ്ടുള്ള ഡോക്യുമെന്റുകളാണ്. അതിൽ ആദ്യം, അതായത് ഇപ്പം നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സിറ്റി ഡിഗ്രിയാണ്, അതായത് ഒരു അക്കാഡമിക് ഡിഗ്രിയാണ് നിങ്ങൾ നേടിയിട്ടുള്ളത് എങ്കിൽ അനാബൻ വെബ്സൈറ്റിനകത്ത് പോയി കഴിഞ്ഞ് ആ ഡിഗ്രി ജർമ്മനിയിൽ റെക്കഗ്നൈസ്ഡ് ആണോ എന്ന് നോക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ അത് തെളിയിക്കുന്ന ഒരു പ്രൂഫ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അല്ല ചിലവരിപ്പോൾ വൊക്കേഷണൽ ട്രെയിനിങ് കഴിഞ്ഞവരായിരിക്കും. അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ വൊക്കേഷണൽ ക്വാളിഫിക്കേഷൻ ജർമ്മനിയിൽ റെക്കഗ്നീഷൻ ചെയ്യിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് ഫുൾ റെക്കഗ്നീഷൻ ആണോ കിട്ടിയത് എങ്കിൽ അത് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ഇനി ഇപ്പം ചില ആൾക്കാരുടെ കേസിൽ അവർ ഇങ്ങനെ ഫുൾ റെക്കഗ്നീഷൻ കിട്ടണമെന്നില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ എന്താണ് നമുക്ക് അടുത്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ഇനി ഇങ്ങനെയല്ല എങ്കിൽ നിങ്ങൾക്ക് മിനിമം 6 പോയിന്റ്സ് കിട്ടി എന്ന് തെളിയിക്കണം. അതിനായിട്ട് ആദ്യം ഇപ്പം നിങ്ങൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത ആളാണ്, അതായത് വൊക്കേഷണൽ ട്രെയിനിങ് 2 വർഷത്തെ മിനിമം അറ്റൻഡ് ചെയ്ത ഒരാളാണ് എങ്കിൽ നിങ്ങൾ അത് കാണിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം. ഇനി വൊക്കേഷണൽ ട്രെയിനിങ് അല്ല മറിച്ച് യൂണിവേഴ്സിറ്റി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ് എങ്കിൽ ഈ യൂണിവേഴ്സിറ്റി ഡിഗ്രി നിങ്ങൾ ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ്
ആയിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. ഇത് ഏതാണോ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന ആ ഡോക്യുമെന്റ് ജർമ്മൻ സെൻട്രൽ ഓഫീസ് ഫോർ ഫോറിൻ ക്വാളിഫിക്കേഷൻ കൺഫേം ചെയ്തതായിരിക്കണം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ. അതിനായിട്ട് നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ആ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത നിങ്ങളുടെ ലാംഗ്വേജ് പ്രൊഫഷൻസി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വെക്കണം. ഇപ്പം നിങ്ങൾ A1 ലെവൽ ജർമ്മൻ ലാംഗ്വേജ് പ്രൊഫഷൻസി ഉള്ള ഒരാളാണ് എങ്കിൽ ഗോയിറ്റയുടെയോ OSDയുടെയോ അല്ലെങ്കിൽ ടെൽക്കിൻ്റെയോ പരീക്ഷ എഴുതി പാസ്സായ സർട്ടിഫിക്കറ്റ് വേണം നിങ്ങൾ വെക്കാനായിട്ട്. ജർമ്മൻ ലാംഗ്വേജ് പ്രൊഫഷൻസി അല്ല, മറിച്ച് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലെവൽ പ്രൊഫഷൻസിയാണ്, അതും ഒരു B2 ലെവൽ ഇംഗ്ലീഷ് പ്രൊഫഷൻസി ഉണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വെക്കണം. അതൊന്നെങ്കിൽ IELTS ആവാം അല്ലെങ്കിൽ TOEFL ആവാം. ഞാൻ നേരത്തെ പോയിന്റ്സ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, എത്ര പോയിന്റ്സ് കിട്ടും, പല ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞപ്പം ഒരുപാട് ക്രൈറ്റീരിയാസ് ലിസ്റ്റ് ചെയ്ത് ഓരോന്നായിട്ട് പറഞ്ഞായിരുന്നു. അതെല്ലാം നിങ്ങൾ തെളിയിക്കുന്നത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതെല്ലാം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ വെക്കണം. അതായത് നിങ്ങളുടെ വയസ്സ് എത്രയാണ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണം. നിങ്ങൾ ജർമ്മനിയിൽ നേരത്തെ വന്നിട്ടുണ്ട് എങ്കിൽ എപ്പോഴാണ് വന്നത്, അതുപോലെ എന്തിനാണ് വന്നത് എന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണം. നിങ്ങളുടെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണം. വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് എത്ര വർഷത്തെ ഉണ്ട് എന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ നിങ്ങൾക്ക് ഒരു വൊക്കേഷണൽ ക്വാളിഫിക്കേഷൻ നേടിയ ഒരാളാണ് എങ്കിൽ നിങ്ങൾ റെക്കഗ്നീഷന് കൊടുത്തു, നിങ്ങൾക്കൊരു പാർഷ്യൽ റെക്കഗ്നീഷനാണ് കിട്ടിയത് എങ്കിൽ അത് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണം. ജർമ്മൻ ലാംഗ്വേജ് പ്രൊഫഷൻസി ഏത് ലെവലാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ അത് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണം. അതല്ല ഇംഗ്ലീഷ് പ്രൊഫഷൻസിയാണ് ഉള്ളത് എങ്കിൽ അതിൻ്റെ പ്രൊഫഷൻസി ലെവൽ കാണിക്കുന്ന സർട്ടിഫിക്കറ്റും ഒക്കെ നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി അടുത്ത ഡോക്യുമെന്റ് നിങ്ങൾക്ക് വേണ്ടത് മോട്ടിവേഷൻ ലെറ്റർ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് ആണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ EU രാജ്യമായ ജർമ്മനി തിരഞ്ഞെടുത്തത് ജോലിക്കായിട്ട്, എന്ത് തരത്തിലുള്ള ജോലിയാണ് നിങ്ങൾ നോക്കുന്നത്, നിങ്ങൾ നേരത്തെ ജോലിക്കായി അപേക്ഷിച്ചിട്ടുണ്ടോ ജർമ്മനിയിലേക്ക്, അങ്ങനെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ കൂടി നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ CV, അതുപോലെ തന്നെ ഇന്ത്യയിലെ പേഴ്സണൽ സ്റ്റാറ്റസ് കാണിക്കുന്ന ഒരു ഡോക്യുമെന്റ്, അതിപ്പോൾ ആധാർ കാർഡ് ആവാം, അതിൻ്റെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. അതുപോലെ നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേന് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരിക്കണം, അതിൻ്റെ ഡോക്യുമെന്റ് കൂടി നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. പിന്നെ വിസ ഫീസും കൂടി അടയ്ക്കണം. ഇനി ഓപ്പർച്യൂണിറ്റി കാർഡിലൂടെ ജർമ്മനിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ജോലി ഇല്ലാതെയാണ് ജർമ്മനിയിലേക്ക് വരുന്നത്. നിങ്ങൾക്ക് ജർമ്മനിയിൽ വന്ന് നിന്ന് ഇവിടെ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു ജോലി കണ്ടുപിടിക്കാം. ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ട്രയൽ ജോലികൾ കണ്ടുപിടിച്ച് ഈ ജോലി നിങ്ങൾക്ക് ചേരുന്നതാണോ എന്ന് നിങ്ങൾക്ക് സ്വയമേ ബോധ്യപ്പെടുത്താനായിട്ടുള്ളൊരു അവസരം കൂടി ലഭിക്കുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഒരാഴ്ച വരെ 20 മണിക്കൂർ ജോലി ചെയ്ത്, അതും ഒരു പാർട്ട് ടൈം ജോലി ചെയ്ത് നിങ്ങൾക്ക് സമ്പാദിക്കാം. ഒരു മിനിമം 1000 യൂറോയോ അതിൽ മേളിലോ നിങ്ങൾക്ക് ഒരു മാസം വരെ സമ്പാദിക്കാനായിട്ടും സാധിക്കും. ജർമ്മനിയിൽ നിങ്ങൾ ഓപ്പർച്യൂണിറ്റി കാർഡിലൂടെ വരുമ്പോൾ മിനിമം 1 വർഷം വരെ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാനായിട്ട് സാധിക്കും. അതുപോലെ ചില കണ്ടീഷൻസിൽ ഇവിടുത്തെ ഫോറിനേഴ്സ് ഓഫീസ് കൂടി സമ്മതിക്കുവാണെങ്കിൽ ഈ 1 വർഷത്തെ സ്റ്റേ 2 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടും സാധിക്കും. ഇനി നിങ്ങൾക്ക് ഇവിടെ വന്ന് നിന്നൊരു ജോലി കിട്ടി, അതൊരു ഫുൾ ടൈം ജോലിയാണ് കിട്ടിയത് എങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റി കാർഡിൽ നിന്നും നിങ്ങൾക്കൊരു വാലിഡ് ജോബ് കോൺട്രാക്റ്റിലേക്കും അല്ലെങ്കിൽ ഒരു വർക്ക് പെർമിറ്റിലേക്കും മാറാനായിട്ടും സാധിക്കും. എല്ലാത്തിനും നല്ല വശങ്ങളുള്ള പോലെ തന്നെ ദൂഷ്യവശങ്ങളും ഉണ്ട്. നിങ്ങൾ ജർമ്മനിയിലേക്ക് ഓപ്പർച്യൂണിറ്റി കാർഡിലൂടെ വരുമ്പോഴത്തേന് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാർഡിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരിക്കും, അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളിപ്പോൾ ഈ റിക്വയർമെൻറ്റ്സ് കേട്ടപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ജർമ്മൻ ഭാഷ ഇല്ലാതെ നിങ്ങൾക്ക് ജർമ്മനിയിലേക്ക് വരാം, അല്ലെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാർഡിനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഒരു B2 ലെവൽ ഇംഗ്ലീഷ് പ്രൊഫഷൻസിയോ അല്ലെങ്കിൽ C1 ലെവൽ ഇംഗ്ലീഷ് പ്രൊഫഷൻസിയോ ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കാർഡിനായി അപേക്ഷിക്കാനായിട്ടുള്ള ബേസിക് റിക്വയർമെൻറ്റ്സ് ആയി അല്ലേ. പക്ഷേ നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് നേടി നിങ്ങൾ ജർമ്മൻ ഭാഷ ഇല്ലാതെ തന്നെ ജർമ്മനിയിൽ വന്നെന്നിരിക്കട്ടെ, നമ്മളെല്ലാവരും വരുന്നത് ബെർലിനിലോ ഫ്രാങ്ക്ഫർട്ടിലോ മ്യൂണിക്കിലോ അങ്ങനെ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന സ്ഥലങ്ങളിലേക്കല്ലല്ലോ. അല്ലാതെ ഇപ്പം ചെറിയ ചെറിയ സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ പോകും. ഇപ്പോൾ ആഹൻ പോലുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ കൊളോൺ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വരും. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പം ഈ ഇംഗ്ലീഷ് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് സാധിക്കുമോ? പറ്റത്തില്ല. നമുക്കിവിടെ ഒരു ജോലി അന്വേഷിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ നമുക്ക് തുടർന്ന് ജീവിക്കണമെങ്കിൽ ജർമ്മൻ ഭാഷ വേണം. അപ്പോൾ അതുകൊണ്ട് ജർമ്മൻ ഭാഷ പഠിച്ചിട്ട് തന്നെ ജർമ്മനിയിലേക്ക് വരുന്നതാണ് നല്ലത്. പിന്നെ ഒരു ജോലി ഓഫർ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ജർമ്മനിയിലേക്ക് വരാൻ സാധിക്കും. ആദ്യം നമുക്ക് കേൾക്കാൻ നല്ല രസം, അയ്യോ ജോലി ഇല്ലാതെ ജർമ്മനിയിലേക്ക് വരാൻ, ഇവിടെ നിന്ന് ജോലി കണ്ടുപിടിക്കാം. പക്ഷേ എപ്പോഴും ജർമ്മനിയിലേക്ക് വരുന്നതിന് മുന്നേ ഒരു ജോലി കണ്ടുപിടിച്ചിട്ട് വരുന്നത് തന്നെയാണ് നല്ലത്. ഇനി മൂന്നാമത്തെ ഒരു കാര്യമാണ് നിങ്ങൾ കാണിക്കേണ്ട ഫൈനാൻഷ്യൽ മീൻസ്, അതായത് ബ്ലോക്ക്ഡ് അക്കൗണ്ട്. ഇപ്പം ചിലവരെ സ്പോൺസർ ചെയ്യും ആൾക്കാരെ. ഇപ്പം സ്പോൺസർ ചെയ്യാനായിട്ട് ആരും ഇല്ല എങ്കിൽ നമ്മൾ ബ്ലോക്ക്ഡ് അക്കൗണ്ടാണ് കാണിക്കേണ്ടത്. അതും ഒരു മാസം 1027 യൂറോ, എങ്ങനെ പോയാലും 1,00,000 രൂപ വരും. അങ്ങനെ നമ്മൾ 1 വർഷമാണ് ജർമ്മനിയിൽ നിൽക്കുന്നത് ജോലി കണ്ടുപിടിക്കാനായി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് ഏകദേശം ഒരു 11 അല്ലെങ്കിൽ 12 ലക്ഷം രൂപ നമ്മൾ കാണിക്കണം. ഒരു സാധാരണ ഒരാൾക്ക്, അതായത് ഒരു ജോലി കണ്ടുപിടിക്കാനായി വരുന്ന ഒരാൾക്ക് ഈ 11 ലക്ഷം അല്ലെങ്കിൽ 12 ലക്ഷം രൂപ കാണിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ജർമ്മനിയിലെ ഓപ്പർച്യൂണിറ്റി
ഓപ്പർച്യൂണിറ്റി കാർഡിലൂടെ നിങ്ങൾക്ക് ജർമ്മനിയിലേക്ക് വരാൻ വേണ്ട റിക്വയർമെൻറ്റ്സും അതുപോലെ പോയിന്റ്സ് നേടാനായിട്ടുള്ള ക്രൈറ്റീരിയാസും എങ്ങനെയാണ് പോയിന്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ പറയുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതും കമൻസിൽ കൊടുക്കുക. ഞങ്ങളുടെ വീഡിയോ എല്ലാം ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതിലെല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ.